നമുക്കിന്ന് ഒരു ബീഫ് കറി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു 2 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 കിലോ ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, അതേപോലെ തന്നെ പെരുംജീരകം, കറുവപ്പട്ട, ബേ ലീഫ്, മുളക് പൊടി, അതേപോലെ തന്നെ നമുക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയുടെ ജാറിൽ അരച്ചെടുത്ത് വയ്ക്കണം. അതിനുശേഷം നമ്മളൊരു ഇരുമ്പ് ചീനിച്ചട്ടി ഗ്യാസിലാണ് ഞാൻ ആദ്യം വെച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മുടെ തേങ്ങാക്കൊത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഒന്ന് വറുത്തേക്കാം. വറന്നു വന്ന ശേഷം അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുത്ത് പച്ചമണം പോയി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒരുമാതിരി ഒന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഉപ്പും കറിവേപ്പിലയും ചേർത്ത് അടിയിൽ പിടിക്കാതെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കി ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരപ്പ് മിക്സിയുടെ ജാറിൽ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് തീ കുറച്ചിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്ക് ചീനച്ചട്ടിയിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണം പോയി വരുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഈ മസാലയുമായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വയ്ക്കുമ്പോൾ ബീഫിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ബീഫ് വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാനിനിയും അടുപ്പിലാണ് ഇത് വെച്ച് വേവിക്കാൻ പോകുന്നത്. ഗ്യാസിൽ നിന്ന് മാറ്റി അടുപ്പിലേക്ക് വയ്ക്കാൻ പോകുന്നു. ഇത് നമുക്ക് ഓരോ ബീഫിനും ഓരോ വേവാണ്. ഇത് എനിക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂറോളം വേണ്ടി വരും. അങ്ങനെ നമ്മുടെ ബീഫ് അടുപ്പിൽ വെച്ച് വെന്ത് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടിയും പെരുംജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം. എനിക്ക് ഇതെല്ലാം ഞാൻ ആവശ്യത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടിയ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. താങ്ക് യു.